സോളാറിൻ്റെ ഇൻവെർട്ടർ സിസ്റ്റം അഥവാ സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ സോളാർ പാനൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗത്ത് നിന്നും ഒരു 25 mm കുഴൽ നമ്മൾ ഇൻവെർട്ടർ അല്ലെങ്കിൽ ബാറ്ററി വെക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നിടേണ്ടതാണ്. കാരണം സോളാർ പാനലിനുള്ള ഒരു കേബിള് ഇൻവെർട്ടറിൻ്റെ ഭാഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരം കുറേ ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. സാധാരണ ആളുകൾ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിരിക്കും ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ ആ ഭാഗത്തേക്കായിരിക്കും നമ്മൾ കുഴൽ മുകളിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കേണ്ടത്. വലിയ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി എയർ സർക്കുലേഷനുള്ള ഭാഗം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. കൂടുതലും ബാറ്ററികൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സിസ്റ്റത്തിന് അതിനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തേണ്ടത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തേക്കായിരിക്കും നമ്മളുടെ വയറിംഗ് പൈപ്പ് ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് എത്തേണ്ടത്. അതേപോലെ തന്നെ എത്ര കണക്റ്റഡ് ലോഡ് ഉണ്ടോ, എന്തൊക്കെ എക്യുപ്മെൻറ്റുകളാണോ കൊടുക്കേണ്ടത്, അത് ELCBയിൽ നിന്ന് കൊടുത്തിട്ട് ഈ ഇൻവെർട്ടർ വെക്കുന്ന പോയിന്റിലേക്ക് അതിനാവശ്യമായ വയറും കൊണ്ടുവന്ന് ഇടേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സോളാർ പാനലിൽ നിന്ന് കേബിളുകൾ വരുന്ന ഭാഗത്ത് നമുക്ക് ഓഫ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ബ്രേക്കർ സിസ്റ്റവും ELCBയിൽ നിന്ന് ഇൻവെർട്ടർ ഭാഗത്തേക്ക് വരുന്ന ലൈനിൽ ഒരു ചേഞ്ച് ഓവർ സിസ്റ്റവും വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്തരം ഒരു സിസ്റ്റം കണക്ട് ചെയ്യുക വഴി ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും.